അസ്സലാമലൈക്കും, വെൽക്കം ടു ഐഷൂസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബ്രൗണി ഡെസേർട്ടാണ്. ബ്രൗണിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. ബ്രൗണി കഴിക്കുന്നതിലും അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് മെൽട്ടാക്കി എടുക്കാം. മെൽട്ടാക്കാൻ വേണ്ടി ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് വെച്ച് മെൽട്ടാക്കി എടുക്കാം. അപ്പോൾ ഇത് ചോക്ലേറ്റ് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്ത് അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഇത് മൂന്നും നന്നായി അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് വാം മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കേക്ക് ട്രേ എടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി പാത്രം പ്രീഹീറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 25 to 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഈ ടൈം നമുക്ക് വിപ്പിഡ് ക്രീം റെഡിയാക്കാം. അതിനുവേണ്ടി വിപ്പിംഗ് ക്രീം 200 ml എടുത്തിട്ടുണ്ട്. അതൊരു മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ ഐസിൽ വെച്ച് വേണം ബീറ്റ് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് സോസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് എന്തായി എന്ന് നോക്കാം. അപ്പോൾ ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി ഒരു ട്രേ എടുത്ത് നമുക്കിത് സെറ്റ് ചെയ്യാം. ട്രേയിലേക്ക് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി വിപ്പിഡ് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ സ്റ്റിക്ക് യൂസ് ചെയ്ത് ഹോൾസ് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതും ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ചോക്ലേറ്റ് റൈസ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രൗണി ലവേഴ്സിനൊക്കെ ഒരു മസ്റ്റ് ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്